ടെന്നീസ് എൽബോ അഥവാ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്, അതായത് നമ്മുടെ എൽബോയുടെ ലാറ്ററൽ എപ്പിക്കോണ്ടൈലിന് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ടെന്നീസ് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നതെന്ന്. ഒരിക്കലുമല്ല. നമ്മുടെ ഫൊറാമിലുള്ള ആ ഒരു മസിൽസിൻ്റെ ഓവറായിട്ടുള്ള സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഓവർ യൂസ് മൂലമാണ് നമുക്കിങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്. അപ്പം പ്ലംബേഴ്സ് അല്ലെങ്കിൽ കുക്കേഴ്സ് അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട്, ടെയിലേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫൊറാം യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഈവൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ, കീബോർഡ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും, അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഈ ഒരു ടെന്നീസ് എൽബോ വരാം. അപ്പം നമ്മുടെ ഈ ഒരു ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ, നമ്മുടെ എൽബോയിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ വരുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സിംറ്റംസ് വന്നാൽ ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കൈ കൊണ്ട്, ആ എൽബോ കൊണ്ട് ചെയ്യുന്ന എല്ലാ മൂവ്മെൻറ്റ്സും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, സ്ട്രെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഗ്രിപ്പ്, നമ്മുടെ ആ കൈയുടെ ഗ്രിപ്പ് നഷ്ടപ്പെടും, നമുക്കൊരു വീക്ക്നെസ് ഫീൽ ചെയ്യുക. ഇതൊക്കെയാണ് പേഷ്യൻ്റ് എക്സിബിറ്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതിന് ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഭ്യംഗം സ്റ്റീം അല്ലെങ്കിൽ നാഡീസ്വേദം എന്ന് പറയും. ലോക്കലായിട്ട് നമ്മൾ സ്റ്റീം അപ്ലൈ ചെയ്യുന്നത് നാഡീസ്വേദം എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുകയും ഗ്രാജുവലി ആ ഒരു ഇൻഫ്ലമേഷൻ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഹെർബൽ ഡ്രഗ്സിൻ്റെ പേസ്റ്റ് ആപ്ലിക്കേഷൻ, ലേപനം എന്നാണ് ആയുർവേദത്തിൽ പറയാറ്. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെയും ഈ ഒരു ഇൻഫ്ലമേഷൻ കുറയും. ബാൻഡേജിങ്, ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന ബാൻഡേജിങ്ങും ഈ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻഫ്ലമേഷനൊക്കെ കുറഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പിഴിച്ചിൽ പോലുള്ള ട്രീറ്റ്മെൻറ്റ്, ഞവര പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ആ മസിൽ കൂടുതൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയുർസത്യയുടെ എക്സ്പേർട്ട് പാനൽ ഓഫ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ആയുർസത്യ ആയുർവേദ മെഡിക്കൽ സെൻറ്റർ, അലൈൻ സെൻറ്റർ, ബർദുബായ്.